വെൽക്കം ബാക്ക്. ദിസ് ഇസ് മുഹമ്മദ് ഷാജു. SJ ആണ് മക്കളെ. ഇന്നലെ നമ്മുടെ ലൈവിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിന്റെ സ്യു എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു ക്യാരക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ടാണ് നമ്മൾ ഇന്ന് ലൈവിൽ വന്നിട്ടുള്ളത്. സ്യു ഇൻ ദ സ്റ്റോറി, ക്വസ്റ്റ്യനിലേക്ക് വരാം. സ്യു ഇൻ ദ സ്റ്റോറി, ദ ലാസ്റ്റ് ലീഫ് took care of Jhansi and nursed her back to health like a true friend. ഒരു യഥാർത്ഥ സുഹൃത്തിന്റെ പോലെ അവള് നമ്മുടെ ജോൺസിക്ക് അസുഖം വന്ന സമയത്ത് സ്യു എന്ന് പറയുന്ന നമ്മുടെ ക്യാരക്ടർ വളരെ കഷ്ടപ്പെട്ടിട്ട് അവളെ കൂടെ തന്നെ നിന്നിട്ട് അസുഖം മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലെ. പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് സ്യു. 6 മാർക്കാണ് ചോദ്യത്തിന്. നമുക്കിത് നേരെ ക്യാരക്ടർ സ്കെച്ചിലേക്ക് വരാം. ക്യാരക്ടർ സ്കെച്ച് ഓഫ് സ്യു എന്ന് നമ്മളൊരു ഹെഡിങ് കൊടുത്തു. ഇനി എന്താ ചെയ്യുന്നത്? സ്യു ഇസ് എ യങ് ആർട്ടിസ്റ്റ് who works for a magazine. ഒരു മാഗസിനിൽ വർക്ക് ചെയ്യുന്ന ഒരു യങ് ആർട്ടിസ്റ്റ് ആണ് ആര്? നമ്മുടെ സ്യു എന്ന് പറയുന്ന കഥാപാത്രം. ഷീ സപ്പോർട്ട്സ് ആൻഡ് കെയർസ് ഹെർ ഫ്രണ്ട് ജോൺസി. അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ജോൺസിയെ നന്നായി സപ്പോർട്ട് ചെയ്യും, കെയർ ഒക്കെ ചെയ്യുന്ന ആളാണ് ആര്? സ്യു. ഓക്കെ, ദെൻ വെൻ ഇറ്റ് കംസ് ടു ഡിഫിക്കൾട്ട് സർക്കംസ്റ്റൻസസ്, പ്രയാസമുള്ള സമയം വരുമ്പോൾ, പ്രതിസന്ധിയുള്ള സമയം വരുന്ന സമയത്ത് ഷീസ് ഓൾസോ എക്സ്ട്രീംലി പോസിറ്റീവ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്. വളരെ പോസിറ്റീവായിട്ട്, വളരെ ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട്, അതാണ് ഒപ്റ്റിമിസ്റ്റിക്. ശുഭാപ്തി വിശ്വാസം, എല്ലാം അടിപൊളിയായിട്ട്, എല്ലാം ഓക്കെ ആയിട്ട്, പോസിറ്റീവായിട്ട് നടക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളെയാണ് ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ക്വാളിറ്റീസ് ആണ്. എക്സ്ട്രീംലി പോസിറ്റീവ് ആണ് ആള്, അതുപോലെ തന്നെ എന്തുവാണ്? ഒപ്റ്റിമിസ്റ്റിക് ആണ്. ഓക്കെ, പോസിറ്റിവിറ്റി ഉണ്ട് അവളുടെ ക്യാരക്ടറിൽ, അതുപോലെ തന്നെ എല്ലാം ശുഭമായി അവസാനിക്കുമെന്ന് വിചാരിക്കുന്ന കുട്ടി. ഡിസ്പൈറ്റ് ഫേസിങ് ഹാർഡ്ഷിപ്സ്, ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ പോലും സ്യു റിമെയിൻസ് ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് ഹോപ്പ്ഫുൾ, ട്രൈങ് ടു അപ്ലിഫ്റ്റ് ജോൺസി സ്പിരിറ്റ്സ്. ജോൺസിയുടെ സ്പിരിറ്റ്സിനെ, അവൾ ഭയങ്കര ഡെസ്പറേറ്റ് ആയി പോയി. ജോൺസി അസുഖം വന്ന് വേദന കൊണ്ട് അവൾ മരിക്കുമെന്ന് ഉറപ്പിച്ച് കിടക്കുകയാണ് അല്ലെ. അപ്പൊ അവളെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് നമ്മുടെ സ്യു. ഷീ ഈസ് പോർട്രേഡ് ആസ് എ ഡിറ്റർമൈൻഡ് ആൻഡ് പോസിറ്റീവ് ഇൻഡിവിജ്വൽ. അവളെ പോർട്രേ ചെയ്യുക, അവളെ വരച്ച് കാണിച്ചിരിക്കുന്നത്, എഴുത്തുകാരൻ അവളെ വരച്ച് കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഷീസ് പോർട്രേഡ് ആസ് എ ഡിറ്റർമൈൻഡ്, തീരുമാനിച്ചുറപ്പിച്ച ആൻഡ് പോസിറ്റീവ് ഇൻഡിവിജ്വൽ, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയായിട്ടാണ്. ഹു ഫേംലി ബിലീവ്സ്, അവൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്ത്? ഇൻ ദ പവർ ഓഫ് ആർട്ട് ആൻഡ് ബ്യൂട്ടി. ആർട്ടിന്റെയും ബ്യൂട്ടിയുടെയും പവറിൽ അവൾ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഷീ even covers the cost of the doctor and meals while Jhansi was unwell, even though she herself is financially struggling. താൻ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് പോലും, എന്ന് വെച്ചാൽ തനിക്ക് തന്നെ ഒരുപാട് സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉള്ള സമയത്ത് പോലും അവളാണ് ജോൺസി അസുഖക്കാരിയായി കിടക്കുന്ന സമയത്ത് ഡോക്ടറിന്റെ ഫീസ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ ഭക്ഷണത്തിന്റെ വക കണ്ടെത്തുന്നത് അല്ലെ. അവൾ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു പോർട്ട് വൈൻ വാങ്ങിത്തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിത്രം ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, മിസ്റ്റർ ബേർമനെ മോഡലാക്കി ഇരുത്തിയിട്ട് അവളൊരു ചിത്രം വരയ്ക്കുന്നൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ആ കാര്യം നമുക്ക് അവിടെ പറയാം. എന്താ പറയുന്ന? ഷീ ഈവൻ കവേഴ്സ് ദ കോസ്റ്റ് ഓഫ് ദ ഡോക്ടർ. ഡോക്ടറിന്റെ പൈസ കൊടുക്കുന്നതും അതുപോലെ തന്നെ മീൽസ്, അവരുടെ ഭക്ഷണത്തിലുള്ള പൈസ കണ്ടെത്തുന്നതും ഒക്കെ ആരാണ്? ജോൺസി അസുഖമായി കിടക്കുന്ന സമയത്ത് സൂ ആണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എപ്പോ? വെൻ ഷീ ഹെർസെൽഫ് ഇസ് ഫിനാൻഷ്യലി സ്ട്രഗ്ലിംഗ്. അവൾ തന്നെ ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്താണെന്ന് വെച്ചാൽ വലിയ വയസ്സുള്ള ആളൊന്നുമല്ല. ഓക്കെ, ചിത്രം വരച്ചിട്ടാണ് അവൾ ജീവിക്കുന്നത്. Sue's character serves as a reminder of power of friendship and the strength that can be driven from the hope of artistic inspiration. ഈ സ്യൂവിന്റെ ക്യാരക്ടർ ഒരുപാട് പ്രാധാന്യമുള്ള ക്യാരക്ടറാണ്. നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ദ പവർ ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട്ഷിപ്പിന്റെ പവറും, അതുപോലെ തന്നെ ആൻഡ് ദ സ്ട്രെങ്ത് ദാറ്റ് ക്യാൻ ബി derived from the ഹോപ്പ് ആൻഡ് ആർട്ടിസ്റ്റിക് ഇൻസ്പിറേഷൻ. ഇത് കഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഒന്ന് ഫ്രണ്ട്ഷിപ്പാണ്, ഫ്രണ്ട്ഷിപ്പിന്റെ ഇമ്പോർട്ടൻസ്. രണ്ടാമത്തത് ആർട്ടിസ്റ്റിക് ഇൻസ്പിറേഷനിലൂടെ, ഓക്കെ, അതുപോലെ തന്നെ കല എന്ന പ്രചോദനത്തിലൂടെ, അതുപോലെ തന്നെ പ്രതീക്ഷ എന്ന് പറയുന്ന ആ ഒരു വലിയ സംഭവത്തിലൂടെ, ഒരു പോസിറ്റിവിറ്റിയിലൂടെ നമുക്ക് ജീവിതത്തിലേക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റും എന്നതുകൂടെയാണ് ഈ കഥയിൽ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ജനറലായിട്ട് ഒന്ന് അവസാനിപ്പിക്കുക. അപ്പോൾ സ്യൂയുടെ ക്യാരക്ടർ ഇത്രയേ ഉള്ളൂ. സ്യൂ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. ഓക്കെ, സോ ഇതിങ്ങനെ പോയിന്റ്സ് ആക്കി പഠിക്കേണ്ടവർക്കൊക്കെ പോയിന്റ്സ് ആക്കി പഠിക്കാം. അല്ല, ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് അതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് എഴുതി നോക്കുക, അപ്പോൾ അത് കിട്ടും. ഓക്കെ, താങ്ക് യു.